യുദ്ധകാഹളങ്ങൾ മുഴങ്ങുന്ന ഒരു കാലഘട്ടത്തിൽ ആകാശത്ത് പ്രത്യക്ഷപ്പെടുന്ന ചെറിയൊരു മിന്നൽ പിണർ പോലും വലിയ പരിഭ്രാന്തിക്ക് കാരണമാകാം. 2026 മാർച്ചിലെ ആദ്യ പകുതിയിൽ അമേരിക്കയുടെ ആകാശത്ത് കണ്ട വിസ്മയിപ്പിക്കുന്നതും എന്നാൽ ഭയപ്പെടുത്തുന്നതുമായ തീഗോളങ്ങൾ ഇത്തരമൊരു വലിയ ചർച്ചയ്ക്കാണ് വഴിമരുന്നിട്ടിരിക്കുന്നത്. ഇറാനെതിരായ സൈനിക നീക്കങ്ങൾ ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറി എന്ന പേരിൽ അമേരിക്ക ശക്തമാക്കിയ അതേ വേളയിൽ തന്നെ കിലോമീറ്ററുകൾ അകലെ അമേരിക്കൻ നഗരങ്ങൾക്ക് മുകളിൽ പ്രകാശമാനമായ വസ്തുക്കൾ പാഞ്ഞുപോയത് സ്വാഭാവികമായും ജനങ്ങളിൽ വലിയ തോതിലുള്ള ആശങ്കയുണ്ടാക്കി. ആകാശത്ത് കണ്ടത് ഇറാൻ വിക്ഷേപിച്ച മിസൈലുകളാണോ അതോ വരാനിരിക്കുന്ന ഒരു വലിയ ആക്രമണത്തിന്റെ സൂചനയാണോ എന്നതായിരുന്നു പ്രധാന ചോദ്യം. എന്നാൽ ഇത്തരം നിഗമനങ്ങളിലേക്ക് എത്തുന്നതിന് മുമ്പ് ഈ പ്രതിഭാസത്തിന് പിന്നിലെ ശാസ്ത്രീയ വശങ്ങളും അന്നത്തെ ഭൗമ സാഹചര്യങ്ങളും ആഴത്തിൽ പരിശോധിക്കേണ്ടതുണ്ട്. മാർച്ച് 2-ന് ലൂസിയാന, ടെക്സാസ്, മിസിസിപ്പി എന്നീ തെക്കൻ സംസ്ഥാനങ്ങളിലാണ് ആദ്യമായി ഈ അസാധാരണ പ്രകാശങ്ങൾ ദൃശ്യമായത്. അതിവേഗത്തിൽ അന്തരീക്ഷത്തിലൂടെ കടന്നുപോകുന്ന തിളക്കമുള്ള വസ്തുക്കൾ നിമിഷങ്ങൾക്കുള്ളിൽ അപ്രത്യക്ഷമായെങ്കിലും അവ അവശേഷിപ്പിച്ച പുകയും പ്രകാശവലയവും കുറച്ചുനേരം കൂടി അന്തരീക്ഷത്തിൽ നിലനിന്നു. ഇതിന് തൊട്ടു പിന്നാലെ പസഫിക് നോർത്ത് വെസ്റ്റ് മേഖലയിലും വാഷിംഗ്ടൺ സ്റ്റേറ്റിലും സമാനമായ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. പ്രകാശം കണ്ടതിന് പിന്നാലെ ജനലുകളെപ്പോലും വിറപ്പിക്കുന്ന തരത്തിലുള്ള വലിയ ശബ്ദം കേട്ടതായി പലരും സാക്ഷ്യപ്പെടുത്തി. മാർച്ച് 17-ന് ഒഹായോയ്ക്ക് മുകളിൽ ഉണ്ടായ സ്ഫോടനം ഈ പരമ്പരയിലെ ഏറ്റവും തീവ്രമായ ഒന്നായിരുന്നു. ഏകദേശം 250 ടൺ TNT സ്ഫോടനത്തിന് തുല്യമായ ആഘാതമാണ് ഈ ആകാശ വിസ്ഫോടനം സൃഷ്ടിച്ചത്. യുദ്ധ സാഹചര്യത്തിൽ ഇത്തരം സംഭവങ്ങൾ സ്വാഭാവികമായും മിസൈൽ ആക്രമണമാണെന്ന തെറ്റായ ധാരണ പടരാൻ കാരണമായി. ഈ തീഗോളങ്ങളെക്കുറിച്ച് ലഭ്യമായ ശാസ്ത്രീയ വിവരങ്ങൾ പരിശോധിക്കുമ്പോൾ മിസൈൽ സിദ്ധാന്തങ്ങളെക്കാൾ ഉപരിയായി പ്രകൃതിദത്തമായ കാരണങ്ങളാണ് വ്യക്തമാകുന്നത്. ബഹിരാകാശ നിരീക്ഷണ ഏജൻസികളുടെ കണക്കനുസരിച്ച് സെക്കൻഡിൽ 70 കിലോമീറ്റർ വരെ വേഗതയിലാണ് ഈ വസ്തുക്കൾ ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് പ്രവേശിച്ചത്. മനുഷ്യനിർമ്മിതമായ ഒരു മിസൈലിനും അവ ഹൈപ്പർസോണിക് ആണെങ്കിൽ പോലും ഇത്രയും ഉയർന്ന വേഗത കൈവരിക്കാൻ സാധ്യമല്ല. ഇത്ര വലിയ വേഗതയിൽ അന്തരീക്ഷത്തിലെ വായുവുമായി ഉണ്ടാകുന്ന ഘർഷണം മൂലം വലിയ തോതിലുള്ള താപം ഉൽപ്പാദിപ്പിക്കപ്പെടുകയും പാറക്കഷണങ്ങൾ ജ്വലിക്കുകയും ചെയ്യുന്നു. ശാസ്ത്രലോകം ഇവയെ ബൊളൈഡുകൾ എന്നാണ് വിളിക്കുന്നത്. അന്തരീക്ഷത്തിൽ വെച്ച് തന്നെ പൊട്ടിത്തെറിക്കുന്ന ഇത്തരം ഉൽക്കകൾ വലിയ ശബ്ദതരംഗങ്ങൾ പുറപ്പെടുവിക്കാറുണ്ട്. ഒഹായോയിൽ സംഭവിച്ചതും ഇത്തരമൊരു ഉൽക്കയുടെ വിസ്ഫോടനമായിരുന്നുവെന്ന് നിരീക്ഷണ ക്യാമറകളിൽ നിന്നുള്ള ദൃശ്യങ്ങൾ വ്യക്തമാക്കുന്നു. മിസൈലുകളും ഉൽക്കകളും തമ്മിലുള്ള പ്രധാന വ്യത്യാസം അവയുടെ സഞ്ചാര പഥത്തിലാണ്. ഒരു ബാലിസ്റ്റിക് മിസൈൽ മുൻകൂട്ടി നിശ്ചയിച്ച പാതയിലൂടെ നിയന്ത്രിതമായ രീതിയിലാണ് സഞ്ചരിക്കുന്നത്. എന്നാൽ മാർച്ചിൽ കണ്ട തീഗോളങ്ങൾ കൃത്യമായ പാതയില്ലാതെ പല ദിശകളിലേക്ക് ചിതറിത്തെറിക്കുന്നതായാണ് കണ്ടത്. കൂടാതെ മിസൈലുകൾ സ്ഫോടനത്തിന് മുൻപ് കഷണങ്ങളായി വിഘടിക്കാറില്ല. എന്നാൽ ആകാശത്ത് കണ്ട വസ്തുക്കൾ പല കഷണങ്ങളായി പിരിയുകയും ഓരോ കഷണവും സ്വയം ജ്വലിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. ഇത് പ്രകൃതിദത്തമായ ഉൽക്കകളുടെ മാത്രം പ്രത്യേകതയാണ്. തന്നെയുമല്ല, ഈ വസ്തുക്കളുടെ സഞ്ചാര വേഗവും അവയുടെ ഘടനയും ശത്രുരാജ്യങ്ങൾ തൊടുത്തുവിടുന്ന ആയുധങ്ങളുടേതല്ലെന്ന് അമേരിക്കൻ പ്രതിരോധ സംവിധാനങ്ങൾ സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അമേരിക്കയുടെ അത്യാധുനിക റഡാറുകളും സാറ്റലൈറ്റ് സംവിധാനങ്ങളും ഇത്തരമൊരു ശത്രു നീക്കം തിരിച്ചറിഞ്ഞിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ്. എന്തുകൊണ്ടാണ് മാർച്ചിൽ മാത്രം ഇത്രയധികം ഉൽക്കകൾ പ്രത്യക്ഷപ്പെട്ടത് എന്ന ചോദ്യത്തിനും ശാസ്ത്രത്തിന് വ്യക്തമായ മറുപടിയുണ്ട്. സാധാരണയായി വലിയ ഉൽക്കാവർഷങ്ങൾ ഇല്ലാത്ത മാസമാണ് മാർച്ചെങ്കിലും സ്പോറാഡിക് മെറ്റിയറുകൾ എന്ന് വിളിക്കപ്പെടുന്ന ഒറ്റപ്പെട്ട ഉൽക്കകൾ ഈ സമയത്ത് കൂടുതലായി ഭൂമിയിലേക്ക് എത്താറുണ്ട്. പുരാതന ധൂമകേതുക്കളിൽ നിന്നോ ക്ഷുദ്രഗ്രഹങ്ങളിൽ നിന്നോ അടർന്നു മാറിയ അവശിഷ്ടങ്ങളാണ് ഇവ. ഈ വർഷം മാർച്ചിൽ ഇത്തരം പാറക്കഷ്ണങ്ങൾ ഭൂമിയുടെ ഭ്രമണപഥത്തിന് സമാന്തരമായി കൂടുതൽ എത്തിയതാകാം കാഴ്ചകളുടെ എണ്ണം വർദ്ധിപ്പിച്ചത്. മാത്രമല്ല, അമേരിക്കയിൽ മാത്രമല്ല, ഇതേ കാലയളവിൽ യൂറോപ്പിലും അലാസ്കയിലും സമാനമായ തീഗോളങ്ങൾ ദൃശ്യമായിരുന്നു. ജർമ്മനിയിൽ ഒരു ഉൽക്കയുടെ അവശിഷ്ടങ്ങൾ ലഭിച്ചതായും റിപ്പോർട്ടുകളുണ്ട്. ഇതൊരു ആഗോള പ്രതിഭാസമാണെന്നും കേവലം ഒരു യുദ്ധത്തിന്റെ ഭാഗമായി അമേരിക്കയിൽ മാത്രം നടക്കുന്ന സംഭവമല്ലെന്നും ഇതിലൂടെ മനസ്സിലാക്കാം. മനുഷ്യ മനഃശാസ്ത്രവും ഈ പരിഭ്രാന്തിയിൽ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. യുദ്ധമോ വലിയ പ്രതിസന്ധികളോ നിലനിൽക്കുമ്പോൾ നമ്മുടെ ചുറ്റും നടക്കുന്ന ചെറിയ മാറ്റങ്ങളെപ്പോലും വലിയ അപകട സൂചനയായി കാണാൻ നമ്മൾ പ്രവണത കാണിക്കാറുണ്ട്. സ്മാർട്ട് ഫോണുകളിലൂടെയും ഡാഷ് ക്യാമറകളിലൂടെയും സാന്നിധ്യം ഈ പ്രതിഭാസത്തെ കൂടുതൽ സങ്കീർണമാക്കി. ആകാശത്ത് കണ്ട ദൃശ്യങ്ങൾ നിമിഷങ്ങൾക്കുള്ളിൽ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുകയും യാതൊരുവിധ ശാസ്ത്രീയ അടിത്തറയുമില്ലാത്ത വ്യാഖ്യാനങ്ങൾ അതിനു പിന്നാലെ വരികയും ചെയ്തു. യുദ്ധകാലത്ത് ജനങ്ങൾക്കിടയിൽ ഉണ്ടാകുന്ന മാനസിക സമ്മർദ്ദം ഇത്തരം സ്വാഭാവിക പ്രതിഭാസങ്ങളെപ്പോലും ശത്രുപക്ഷത്തിന്റെ നീക്കങ്ങളായി തെറ്റായി വ്യാഖ്യാനിക്കാൻ പ്രേരിപ്പിക്കുന്നു. ആകാശത്ത് കഷണങ്ങളായി ചിതറുന്ന ഉൽക്കകൾ കണ്ട് അവ മിസൈലുകൾ ദിശ മാറുന്നതാണെന്ന് വിശ്വസിച്ചവർ പോലും അക്കാലയളവിൽ ഉണ്ടായിരുന്നു. ചുരുക്കത്തിൽ, അമേരിക്കൻ ആകാശത്ത് കണ്ട തീഗോളങ്ങൾ ഇറാനിയൻ മിസൈലുകളാണെന്ന ഭീതിക്ക് വസ്തുതകളുടെ പിന്തുണയില്ല. അത് പ്രകൃതിയുടെ സ്വാഭാവികമായ ഒരു പ്രക്രിയ മാത്രമായിരുന്നു. യുദ്ധത്തിന്റെ ഭീകരതകൾക്കിടയിലും നാം ഭൂമിയുടെ അതിരുകൾക്ക് അപ്പുറമുള്ള പ്രപഞ്ചത്തിന്റെ ചലനങ്ങളെ ഭീതിയോടെ നോക്കിക്കണ്ടു എന്നതാണ് വാസ്തവം. സാങ്കേതിക വിദ്യ വളരുമ്പോഴും വിവരങ്ങൾ അതിവേഗം കൈമാറപ്പെടുമ്പോഴും വാർത്തകളുടെ സത്യാവസ്ഥ പരിശോധിക്കാൻ നാം തയ്യാറാകേണ്ടതുണ്ട്.
ആകാശത്ത് തെളിയുന്ന എല്ലാ വെളിച്ചവും അപകടകാരിയല്ലെന്നും അവയിൽ പലതും പ്രപഞ്ചത്തിന്റെ അത്ഭുതകരമായ കാഴ്ചകളാണെന്നും മനസ്സിലാക്കുമ്പോഴാണ് നമ്മുടെ ഭയം ഇല്ലാതാകുന്നത്. വരും നാളുകളിലും ഇത്തരം പ്രതിഭാസങ്ങൾ ഉണ്ടാകാം. എന്നാൽ അപ്പോഴെല്ലാം യുക്തിസഹമായ ചിന്തയും ശാസ്ത്രീയ വിശകലനവുമാണ് നമുക്ക് വേണ്ടത്. യുദ്ധങ്ങൾ താൽക്കാലികമാണ്, എന്നാൽ പ്രപഞ്ചത്തിന്റെ നിയമങ്ങൾ ശാശ്വതമായി അങ്ങനെ തുടരുന്നു. ആകാശത്ത് തെളിയുന്ന എല്ലാ വെളിച്ചവും അപകടകാരിയല്ലെന്നും അവയിൽ പലതും പ്രപഞ്ചത്തിന്റെ അത്ഭുതകരമായ കാഴ്ചകളാണെന്നും മനസ്സിലാക്കുമ്പോഴാണ് നമ്മുടെ ഭയം ഇല്ലാതാകുന്നത്. വരും നാളുകളിലും ഇത്തരം പ്രതിഭാസങ്ങൾ ഉണ്ടാകാം. എന്നാൽ അപ്പോഴെല്ലാം യുക്തിസഹമായ ചിന്തയും ശാസ്ത്രീയ വിശകലനവുമാണ് നമുക്ക് വേണ്ടത്. യുദ്ധങ്ങൾ താൽക്കാലികമാണ്, എന്നാൽ പ്രപഞ്ചത്തിന്റെ നിയമങ്ങൾ ശാശ്വതമായി അങ്ങനെ തുടരുന്നു. ആകാശത്തെ നോക്കി പേടിക്കുന്നതിന് പകരം അതിനെ ശാസ്ത്രീയമായി നിരീക്ഷിക്കാൻ നമുക്കങ്ങനെ ശീലിക്കാം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.